മാഞ്ചസ്റ്റർ തന്നെ കിട്ടണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ലൈക്ക് മോസ്റ്റ് ഏജൻസീസ് ആണെങ്കിൽ അവരുടെ മനസ്സിലൊരു യൂണിവേഴ്സിറ്റി കാണും, അതിനോടായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, നമ്മളെ തന്നെ അങ്ങോട്ടായിരിക്കും ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇവരങ്ങനെയൊന്നും ശ്രമിച്ചൊന്നുമില്ല. എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഏത് യൂണിവേഴ്സിറ്റിയാണോ അതിന് മുൻഗണന കൊടുത്തിട്ട് അത് തന്നെ ചെയ്തു തരാനുള്ള മാക്സിമം അവർ ശ്രമിച്ചു. ഹലോ, എൻ്റെ പേര് കെവിൻ. എൻ്റെ വീട് ഇവിടെ കോട്ടയത്ത് തന്നെയാണ്. ഞാൻ റീസെൻ്റ്ലി GNM പാസ്സായി, ജനറൽ നേഴ്സിംഗ് പാസ്സായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ബേസിക്കലി ഇവിടെ IRS സമീപിച്ചത് തന്നെ എനിക്കൊരു ടോപ്പ് അപ്പ് കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോസ്റ്റ് BSc, നാട്ടിലത്തെ പറയുകയാണെങ്കിൽ പോസ്റ്റ് BSc, അത് UK ചെന്ന് ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമായിട്ടാണ് ഞാൻ IRS വന്നത്. അപ്പോഴത്തേക്കിനും എനിക്ക് കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഞാൻ നേരത്തെ BCom പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തതിൻ്റെ ഒരു ലൈക്ക് യൂണിവേഴ്സിറ്റിയിലൊക്കെ എൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കിനും അവർ പറയുന്ന മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇയർ ഗ്യാപ്പ് ഭയങ്കര വലിയൊരു ഇഷ്യൂ ആയിരുന്നു എൻ്റെ കേസിൽ. അപ്പോൾ ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ പല ഏജൻസിക്കാരെയും ഞാൻ സമീപിച്ചായിരുന്നു. അവരെല്ലാം എന്നോട് പറഞ്ഞു, ഇത് പാടാ, ഇയർ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്ത് കാണിക്കണം, എന്ത് ചെയ്യും, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അവരെല്ലാം ഒരു കൈ ഒഴിയുന്ന ഒരു രീതിയിലായിരുന്നു. പിന്നെ എന്നോട് പലരും പറഞ്ഞു ലൈക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവം പറഞ്ഞു. സോ അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവസാനം ജസ്റ്റ് ഈ വഴി പോയപ്പോഴത്തേനും ജസ്റ്റ് IELTS IRS എന്നുള്ള സംഭവം എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയറി അന്വേഷിച്ചത് മാത്രമാണ്. അപ്പൊ ഇവരെനിക്ക് കോൺഫിഡൻസ് തന്നു. ഇവർ പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് പക്ക വേണ്ടിയ രീതിയിൽ കറക്റ്റ് ആയിട്ടുള്ള മാർഗത്തിൽ കൂടെ തന്നെ പോകാം എന്നുള്ള രീതിയിലെല്ലാം പറഞ്ഞു തന്നു. പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസും തരാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാനിവിടെ IELTS ജോയിൻ ചെയ്തു. സൈഗ മാമും നിമി ചേച്ചിയും ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും പക്ക ഗൈഡൻസ്, പ്രോപ്പർ ആയിട്ടുള്ള എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എല്ലാ കാര്യങ്ങളും എനിക്ക് A to Z എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ലൈക്ക് ടോപ്പ് കോഴ്സിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50-50 ചാൻസ് ആണ് ഈ വിസയും കാര്യങ്ങളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണെങ്കിലും ലൈക്ക് യൂണിവേഴ്സിറ്റീസിലാണെങ്കിലും കുറെ പേപ്പർ വർക്കിന്റെ ഇഷ്യൂസ് വന്നു. എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എല്ലാം കാണിച്ചു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇയർ ഗ്യാപ്പിന്റെ പേപ്പർ എല്ലാം പക്ക, എന്തോ ആണ് ആക്സിഡന്റ് ഉണ്ടായത്, അതിന്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സംഭവങ്ങൾ മൊത്തം അവരുടെ യൂണിവേഴ്സിറ്റി കാണിച്ചു. സോ അപ്രൂവൽ എല്ലാം കിട്ടി. അങ്ങനെ ഓഫർ ലെറ്റർ വന്നു, ക്യാഷ് വന്നു. വിസ എനിക്കിവിടെ ശ്രുതി ചേച്ചി, ഇവിടെ തന്നെ IRS ശ്രുതി ചേച്ചിയാണ് എനിക്ക് ചെയ്തു തന്നുകൊണ്ടിരുന്നത്. വിസ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5-6 ദിവസത്തിനുള്ളിൽ വിസ റെഡിയായി കിട്ടി. സോ ഇന്നിപ്പം പോകുന്നതിന്റെ തിടുക്കത്തിലൊക്കെയാണ്. അപ്പം ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഫ്ലൈറ്റ് ടിക്കറ്റും ബുക്ക് ചെയ്ത് എല്ലാം റെഡിയാണ്. ഒരു 1 വീക്കിനുള്ളിൽ ഞാൻ ഇപ്പം UK പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നിൽക്കുകയാണ്. സോ ഇതിനെല്ലാം സഹായിച്ച IRSനോടും IRS വർക്കേഴ്സിനോടും ഉള്ള എൻ്റെ നന്ദി ഇവിടെ അറിയിച്ചു കൊള്ളുന്നു.